പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്റ്റ് വിട്ട ശേഷം അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യുദ്ധത്തെ നേരിട്ടു. അത് അമാലേക്ക് എന്ന ജാതി അവരുടെ നേരെ യുദ്ധത്തിന് വന്ന ചരിത്രമാണ്. അതെങ്ങനെയാണ് ജയിച്ചത് എന്ന് 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ യോശുവ യുദ്ധം ചെയ്യുവാൻ താഴ്വരയിലേക്ക് ഇറങ്ങി. എന്നാൽ മോശ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെയുള്ള മലമുകളിൽ കയറി. 11-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, 11-ാം വാക്യം: മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിച്ചു, കൈ താഴ്ത്തിയപ്പോൾ അമാലേക്ക് ജയിച്ചു. ഇത് നമ്മുടെ തന്നെ ജീവിതത്തിലെ രണ്ട് തലങ്ങളെ കാണിക്കുന്നതാണ്. നമ്മൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ വിജയത്തിന് ആധാരമായിരിക്കുന്നത് ആത്മമണ്ഡലത്തെ വിജയമാണ്. അതാണ് മലമുകളിൽ മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിച്ചു എന്ന് പറയുവാൻ കാരണം. പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തെ ആവശ്യങ്ങളെ ജയിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സാത്താന്യ മണ്ഡലത്തെ തൻ്റെ ആദ്യത്തെ വരവിൽ തന്നെ ജയിച്ചു. എന്നാൽ അത് വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കുന്നതാണ് ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിജയത്തിന് വേണ്ടിയല്ല നാം യുദ്ധം ചെയ്യുന്നത്. യേശു നമുക്ക് വേണ്ടി നൽകി തന്ന യുദ്ധത്തിൽ, ആ വിജയത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ന് യുദ്ധം ചെയ്യുന്നത്. നമുക്ക് യുദ്ധമുള്ളത് മനുഷ്യനോടല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ പിശാച് ഉപയോഗിച്ചെന്നിരിക്കാം. എന്നാൽ അതിൻ്റെ പുറകിലുള്ള ഒരു ആത്മമണ്ഡലമുണ്ട്. ആത്മമണ്ഡലത്തെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നെസി എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ കൊടി, അഥവാ യഹോവ എൻ്റെ വിജയം. ഇതുപോലെ ഇന്നത്തെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ നമ്മൾക്ക് നേരെ ഉയർത്തിവിട്ടാലും ആരെയൊക്കെ ഉപയോഗിച്ചാലും നാം മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്, എന്നാൽ അതേസമയം പിശാചിനെ എതിർക്കുന്നവരാണ് യേശുവിൻ്റെ നാമത്തിൽ. അതാണ് യഹോവ നിസി എന്ന നാമം നമ്മളെ ഓർപ്പിക്കുന്നത്.